നെക്സ്റ്റ് 2010 സേ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 2 മാർക്കിനുള്ള ചോദ്യമാണ്. അക്കോർഡിംഗ് ടു ദി മാക്രോ എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂ there are 4 major sectors in an economy. Name these sectors. സ്ഥൂല സാമ്പത്തിക ശാസ്ത്ര വീക്ഷണത്തിൽ സമ്പദ് വ്യവസ്ഥയിൽ 4 പ്രധാന വിഭാഗത്തിൽപ്പെടുന്ന സെക്ടറുകൾ എന്ന് വെച്ചാൽ 4 പ്രധാന മേഖലകളാണ് ഉള്ളത്. അവ ഏതെല്ലാമാണെന്ന് പറയുക. ആ 4 മേഖലകൾ ഏതൊക്കെയാണെന്ന് പോയിന്റ് ഔട്ട് ചെയ്യുക. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. 2 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ ചോദ്യമാണ്. ഏതൊക്കെയാണ് ഇക്കണോമിയിലെ 4 സെക്ടേഴ്സ്? ഗാർഹിക മേഖല ഓർ ഹൗസ് ഹോൾഡ് സെക്ടർ. സെക്കൻഡ്, സ്ഥാപനങ്ങൾ അഥവാ ഉൽപാദന യൂണിറ്റുകൾ. തേർഡ്, ഗവൺമെന്റ്. ഫോർത്ത്, ഫോറിൻ സെക്ടർ ഓർ എക്സ്റ്റേണൽ സെക്ടർ. വിദേശ മേഖല അല്ലെങ്കിൽ ബാഹ്യ മേഖല. സിമ്പിൾ ചോദ്യമാണല്ലേ. നെക്സ്റ്റ് 2011 മാർച്ചിലെ പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 2 മാർക്കിനുള്ള ചോദ്യമാണ്. ക്ലാസിഫൈ ദി ഫോളോയിങ് ഇൻ എ ഗിവൺ ടേബിൾ അണ്ടർ ദി ഗിവൺ ടൈറ്റിൽ. താഴെ കൊടുത്തിരിക്കുന്ന വേരിയബിളുകളെ മൈക്രോ എക്കണോമിക്സ് എന്നും മാക്രോ എക്കണോമിക്സ് എന്നും കാറ്റഗറൈസ് ചെയ്തിട്ട് എഴുതുക. ക്ലിയർ ആണല്ലോ. നോക്കിക്കേ, ഒന്നാമത്തെ വേരിയബിൾ നാഷണൽ സേവിംഗ് റേറ്റ്, ദേശീയ സമ്പാദ്യ നിരക്ക്, വേജ് റേറ്റ് ഓഫ് എ KSRTC വർക്കർ, ഒരു KSRTC ജീവനക്കാരന്റെ വേതന നിരക്ക്, ആവറേജ് കോസ്റ്റ്, ശരാശരി ചെലവ്, ഇൻഫ്ലേഷൻ, നാണയപ്പെരുപ്പം അല്ലെങ്കിൽ പണപ്പെരുപ്പം. 2 പേരുകളിലും അറിയപ്പെടും കേട്ടോ. നാണയപ്പെരുപ്പം എന്ന് പറയും, പണപ്പെരുപ്പം എന്നും പറയും. ഇൻഫ്ലേഷൻ. ക്ലിയർ ആണല്ലോ. ഇതാണ് നമ്മൾ ഇനി ഏതൊക്കെയാണ് മൈക്രോ എക്കണോമിക്സിൽ വരുന്നത്, ഏതൊക്കെയാണ് മാക്രോ എക്കണോമിക്സിൽ വരുന്നത് എന്ന് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾ പറഞ്ഞേ. നമുക്ക് മൈക്രോ എക്കണോമിക്സ് ആദ്യം നോക്കാം. ഫസ്റ്റ് വൺ, ഒരു KSRTC ജീവനക്കാരന്റെ അല്ലെങ്കിൽ തൊഴിലാളിയുടെ വേതനം. വേജ് റേറ്റ് ഓഫ് എ KSRTC വർക്കർ. അത് മൈക്രോ എക്കണോമിക്സിന്റെ അണ്ടറിൽ വരുന്നതാണ്. എന്തുകൊണ്ടാ? KSRTCയിൽ ഒരുപാട് വർക്കേഴ്സ് ഉണ്ട്. അതിൽ ഒരു ജീവനക്കാരന്റെ, ഒരു വർക്കറുടെ വേജ് റേറ്റ്, വേതന നിരക്കിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ദാറ്റ് കംസ് അണ്ടർ മൈക്രോ ഇക്കണോമിക്സ് അല്ലെ. ഇൻഡിവിജ്വൽ യൂണിറ്റിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ മൈക്രോ എക്കണോമിക്സ് ആണ്. സെക്കൻഡ്, ആവറേജ് കോസ്റ്റ്, ശരാശരി ചെലവ്. ആവറേജ് കോസ്റ്റ് മൈക്രോ എക്കണോമിക്സ് ആണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? സിമ്പിൾ ആണ്. AC ആണല്ലോ ആവറേജ് കോസ്റ്റ്. ആവറേജ് കോസ്റ്റിനെ കുറിച്ച് നമ്മൾ എവിടെ പഠിച്ചത്? മൈക്രോ എക്കണോമിക്സിലാണോ മാക്രോ എക്കണോമിക്സിലാണോ? യെസ്, മൈക്രോ ഇക്കണോമിക്സിലാണ് പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത് മൈക്രോ എക്കണോമിക്സിന് കീഴിൽ വരുന്നതാണ്. ക്ലിയർ ആണല്ലോ. ഏതൊക്കെയാണ് മാക്രോ എക്കണോമിക്സിന്റെ അണ്ടറിൽ വരുന്നത്? നാഷണൽ സേവിംഗ് റേറ്റ്, ദേശീയ സമ്പാദ്യ നിരക്ക്. എന്തുകൊണ്ടാണ് നാഷണൽ സേവിംഗ് റേറ്റ് മാക്രോ എക്കണോമിക്സ് ആവാൻ കാരണം? നാഷണൽ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ മുഴുവനായിട്ട് എന്നാണ് അർത്ഥം അല്ലെ. ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് സംസ്ഥാനങ്ങൾ കൂടിയതാണ് അല്ലെ. നാഷണൽ സേവിംഗ് റേറ്റ് ഒരു രാജ്യത്തിന്റെ സമ്പാദ്യ നിരക്കാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വലിയ യൂണിറ്റുകളെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയെ മൊത്തത്തിൽ പഠിക്കുകയാണെങ്കിൽ അത് മാക്രോ എക്കണോമിക്സ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ അത് മാക്രോ എക്കണോമിക്സിൽ വരാൻ കാരണം. ക്ലിയർ ആണല്ലോ. റീസൺസ് ഓർത്തു വെക്കണം കേട്ടോ. നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് മാത്രം പഠിച്ചു പോരുത്. എന്തുകൊണ്ടാണ് ഇത് മൈക്രോ ആയത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് മാക്രോ ആയത്, അത് കൃത്യമായിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ ഓർത്തു വെക്കണം. ക്ലിയർ ആണല്ലോ. രണ്ടാമത്തെ വേരിയബിൾ എന്തായിരുന്നു? ഇൻഫ്ലേഷൻ അല്ലെ. നാണയപ്പെരുപ്പം അല്ലെങ്കിൽ പണപ്പെരുപ്പം എന്ന് പറയും. ഇൻഫ്ലേഷനെ കുറിച്ച് പഠിക്കുന്നത് മാക്രോ എക്കണോമിക്സിലാണ്. കാരണം ഇൻഫ്ലേഷൻ ഒരു രാജ്യത്തെ മുഴുവനായിട്ട് ബാധിക്കുന്നതാണ്. ഒരു സമ്പദ് വ്യവസ്ഥയെ മുഴുവനായിട്ട് ബാധിക്കുന്ന ഒരു ഫിനോമിനൻ, ഒരു പ്രതിഭാസമാണ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണല്ലോ. അതുകൊണ്ടാണ് അത് മാക്രോ എക്കണോമിക്സിൽ വരാൻ കാരണം. നെക്സ്റ്റ് 2012 മാർച്ചിലെ പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 3 മാർക്കിനുള്ള ചോദ്യമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 9 ശ്രദ്ധിച്ചോളൂ. Some variables are given below. Classify them in a
ടേബിൾ ബേസ്ഡ് ഓൺ ദി 2 ബ്രാഞ്ചസ് ഓഫ് ഇക്കണോമിക്സ്. അതായത് ഇവിടെയും ഇത്രയുള്ള ചോദ്യം, കുറച്ച് വേരിയബിൾസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓക്കെ, ഇതിൽ ഏതൊക്കെയാണ് മൈക്രോ എക്കണോമിക്സിൽ വരുന്നത്, ഏതൊക്കെയാണ് മാക്രോ എക്കണോമിക്സിൽ വരുന്നത് എന്ന് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ആണല്ലോ? വേരിയബിൾസ് ഞാൻ ഓരോന്നായിട്ട് വായിക്കുന്നു. ഫസ്റ്റ് വൺ യൂട്ടിലിറ്റി, ഉപയുക്തത. സെക്കൻഡ് പ്രൈസ് ലെവൽ, വില നിലവാരം. തേർഡ് ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം അല്ലെങ്കിൽ നാണയപ്പെരുപ്പം. ഫോർത്ത് ഡിമാൻഡ് ഫോർ എ പെൻ, ഒരു പേനയുടെ ചോദനം. നെക്സ്റ്റ് അഗ്രിഗേറ്റ് കൺസംഷൻ, മൊത്തം ഉപഭോഗം. ദെൻ ടാക്സസ്, നികുതികൾ. ദെൻ GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം. ലാസ്റ്റ് വൺ റെന്റ്, വാടക. നിങ്ങൾ പറഞ്ഞ് ആദ്യം നമുക്ക് മൈക്രോ എക്കണോമിക്സിൽ വരുന്ന കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് വൺ യൂട്ടിലിറ്റി, ഉപയുക്തത. അത് മൈക്രോ എക്കണോമിക്സിൽ വരുന്നതാണ്. എന്തുകൊണ്ടാണ്? യൂട്ടിലിറ്റിയെ കുറിച്ച് നമ്മൾ പഠിച്ചത് എവിടെയാണ്? മൈക്രോ എക്കണോമിക്സിലാണ് അല്ലേ? യൂട്ടിലിറ്റിയെ കുറിച്ചും ടോട്ടൽ യൂട്ടിലിറ്റിയെ കുറിച്ചും മാർജിനൽ യൂട്ടിലിറ്റിയെ കുറിച്ചും അതുപോലെ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ പഠിച്ചത് എവിടെയായിരുന്നു? മൈക്രോ എക്കണോമിക്സിലാണ്. ക്ലിയർ ആണല്ലോ? സെക്കൻഡ് ഏതായിരിക്കും? പ്രൈസ് ലെവൽ, വില നിലവാരം. അത് മൈക്രോ എക്കണോമിക്സിന്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും നേരത്തെ ഒരു വേരിയബിൾ അത് മാക്രോ എക്കണോമിക്സ് ആയിരുന്നല്ലോ എന്ന്. അത് പ്രൈസ് ലെവൽ എന്ന് മാത്രമല്ല, ജനറൽ പ്രൈസ് ലെവൽ എന്നാ, പൊതുവില നിലവാരം എന്നാണ്. ജനറൽ എന്നൊരു വാക്ക് വന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ ഇത് മാക്രോ എക്കണോമിക്സ് വേരിയബിൾ ആയിട്ട് മാറിയേനെ അല്ലെ? ഇവിടെ വെറും പ്രൈസ് ലെവൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്നാൽ ഇത് ജനറൽ പ്രൈസ് ലെവൽ എന്നായിരുന്നെങ്കിൽ അത് മാക്രോ എക്കണോമിക്സ് ആയിരിക്കും. ആണല്ലോ? എന്നാൽ ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? പൊതുവില നിലവാരം എന്നല്ല ചോദിച്ചത്, മറിച്ച് വില നിലവാരം എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അത് ഏതിന്റെ കീഴിൽ വരുന്നതാണ്? മൈക്രോ എക്കണോമിക്സിന്റെ കീഴിൽ വരുന്നതാണ്. ക്ലിയർ ആണല്ലോ? തേർഡ് പേനയുടെ ചോദനം, ഡിമാൻഡ് ഫോർ എ പെൻ. ഓക്കെ, ഒരു പേനയുടെ ചോദനമാണ് കൊടുത്തിട്ടുള്ളത്. ഒരു പേനയുടെയാണ്. ഒരുപാട് പേനകളിൽ നിന്ന് ഒരു പേനയുടെ ഡിമാൻഡാണ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് കംസ് അണ്ടർ മൈക്രോ എക്കണോമിക്സ് അല്ലെ? ഇൻഡിവിജ്വൽ യൂണിറ്റിനെ, ഒരു വ്യക്തിഗത യൂണിറ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നെക്സ്റ്റ് റെന്റ്, വാടക. അത് മൈക്രോ എക്കണോമിക്സിൽ വരുന്ന വേരിയബിൾ ആണ്. ഇനി നിങ്ങൾ നോക്കിക്കേ, മാക്രോ എക്കണോമിക്സിൽ വരുന്ന വേരിയബിൾസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കോളൂ. ഫസ്റ്റ് വൺ ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം ആണെന്ന് നമുക്കറിയാം, മാക്രോ എക്കണോമിക്സിൽ വരുന്നതാണ്. സെക്കൻഡ് അഗ്രിഗേറ്റ് കൺസംഷൻ, മൊത്തം ഉപഭോഗം. അഗ്രിഗേറ്റ് എന്നൊരു ടേം അവിടെ വന്നു, അതുകൊണ്ട് അത് മാക്രോ എക്കണോമിക്സ് ആണ്. ദെൻ ടാക്സസ്, നികുതികൾ. ഓക്കെ, ടാക്സസ് എന്ന് പറഞ്ഞാൽ മാക്രോ എക്കണോമിക്സിൽ വരുന്ന കാര്യമാണ്. ഓക്കെ, അത് മറന്നു പോകരുത്. ടാക്സുകളെ കുറിച്ചെല്ലാം മാക്രോ എക്കണോമിക്സിൽ നമ്മൾ പഠിക്കും. നെക്സ്റ്റ് GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം. ഗ്രോസ് എന്നൊരു ടേം വന്നു കഴിഞ്ഞാൽ അത് മാക്രോ എക്കണോമിക്സ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇതിനു മുൻപ് ഞാൻ പറഞ്ഞിരുന്നു, ആ ടേമുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിരുന്നു. ഒരു 5 ടേമുകൾ പറഞ്ഞിരുന്നു. ആ ടേമുകൾ വെച്ച് തുടങ്ങുന്ന വേരിയബിൾസ് എല്ലാം മാക്രോ എക്കണോമിക്സിന്റെ അണ്ടറിൽ വരുന്നതായിരിക്കും. അത് ഞാൻ മുന്നേ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിരുന്നു. കാണാത്തവർ ആ വീഡിയോ തീർച്ചയായിട്ടും പോയിട്ട് കാണുക. നെക്സ്റ്റ് 2013 മാർച്ചിലെ പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. 1 മാർക്ക് ചോദ്യമാണ് കേട്ടോ. 1 മാർക്കിനുള്ള ചോദ്യമായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 10 ശ്രദ്ധിച്ചോളൂ. കെയ്ൻസ് ബുക്ക് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി വാസ് പബ്ലിഷ്ഡ് ഇൻ. കെയ്ൻസിന്റെ തൊഴിൽ, പലിശ, പണം എന്നിവയുടെ പൊതു സിദ്ധാന്തം എന്ന വിഖ്യാതമായ ഗ്രന്ഥം ഏതു വർഷമാണ് പ്രസിദ്ധീകരിച്ചത്? എന്ന് വെച്ചാൽ JM കെയ്ൻസിന്റെ പബ്ലിക്കേഷൻ, അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് നമുക്കറിയാം, ദി ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി, തൊഴിൽ, പലിശ, പണം എന്നിവയുടെ പൊതു സിദ്ധാന്തം എന്ന പുസ്തകം പബ്ലിഷ് ചെയ്ത വർഷം, പ്രസിദ്ധീകരിച്ച വർഷം ഏതാണ്? ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 1926, 1936, 1946, 1956. എന്താണ്? യെസ്, 1936 ആണ്. 1936
1936 ഈ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് 2014 മാർച്ചിലെ പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 11, 11ാമത്തെ ചോദ്യം. ക്ലാസിഫൈ ദി ഫോളോയിങ് അണ്ടർ ദി ഹെഡ്സ് ഓഫ് മൈക്രോ ആൻഡ് മാക്രോ ഇക്കണോമിക്സ്. താഴെ കൊടുത്തിട്ടുള്ളവയെ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്നിങ്ങനെ തരംതിരിക്കുക. ഓക്കെ, നേരത്തെ പഠിച്ച അതേ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. ഏതൊക്കെയാണ് വേരിയബിൾസ് നോക്കിക്കോളൂ. ഗവൺമെന്റ് റെഗുലേഷൻസ് ഓൺ ഓട്ടോ എമിഷൻസ്. ഓക്കെ, മലിനീകരണം തടയുന്നതിനുള്ള സർക്കാർ നിയന്ത്രണങ്ങൾ. ബി നോക്കിക്കോളൂ. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് റെഫ്രിജറേറ്റേഴ്സ്. ശീതീകരണികളുടെ വില ഇലാസ്തികത. ശീതീകരണികൾ എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജ് എന്നാണ് അർത്ഥം. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഫ്രിഡ്ജുകളുടെ വില ഇലാസ്തികത. സി നോക്കിക്കോളൂ. എ ഫാമിലീസ് ഡിസിഷൻ അബൌട്ട് ഹൗ മച്ച് ഇൻകം ടു സേവ്. സമ്പാദ്യത്തെ സംബന്ധിച്ച് ഒരു കുടുംബത്തിന്റെ തീരുമാനം. ഡി നോക്കിക്കോളൂ. ദി ഇമ്പാക്ട് ഓഫ് ഹയർ നാഷണൽ സേവിങ്സ് ഓൺ ഇക്കണോമിക് ഗ്രോത്ത്. ഉയർന്ന വളർച്ചാ നിരക്കിനെ ഉയർന്ന ദേശീയ സമ്പാദ്യം എങ്ങനെ ബാധിക്കുന്നു. ഇതാണ് 4 സ്റ്റേറ്റ്മെന്റുകൾ. സ്റ്റേറ്റ്മെന്റുകൾ കണ്ടാൽ നിങ്ങൾക്ക് എളുപ്പമാണെന്ന് തോന്നും. ഓക്കെ, പക്ഷെ നിങ്ങൾ കൃത്യമായിട്ട് 1 or 2 തവണ വായിച്ചിട്ട് വേണം ഏതാണ് മൈക്രോ ഏതാണ് മാക്രോ എന്ന് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒറ്റയടിക്ക് തിടുക്കപ്പെട്ട് പോവരുത്, കൃത്യമായിട്ട് വായിക്കണം. കാരണം ചില വാക്കുകളിലായിരിക്കും അത് മൈക്രോ ആണോ മാക്രോ ആണോ എന്ന് തരംതിരിക്കാൻ നമുക്ക് പറ്റുക. ചിലത് ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. ഓക്കെ, അതില്ലാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് 1 or 2 തവണ സ്റ്റേറ്റ്മെന്റ് വായിക്കണം. ക്ലിയർ ആണല്ലോ. കൺഫ്യൂഷന്റെ ആവശ്യമൊന്നും വരില്ല, ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് തരുന്നുണ്ട്. നമുക്ക് നോക്കാം, ആൻസർ നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാക്രോ ഇക്കണോമിക്സ് ആണ്, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൽ വരുന്നതാണ്. എന്തുകൊണ്ടാണെന്നറിയോ? ഗവൺമെന്റ് റെഗുലേഷൻസ്. അവിടെ ഒരു ടേം വന്നു അല്ലെ, ഗവൺമെന്റ്. ഞാൻ നേരത്തെ കൂടെ പറഞ്ഞു, ഗവൺമെന്റും അതുപോലെ ഗവൺമെന്റിനെ കുറിച്ച് വരുന്ന ബാക്കി എല്ലാ അനുബന്ധ കാര്യങ്ങളും ഏതിന്റെ അണ്ടറിൽ വരുന്നതാണ്? മാക്രോ എക്കണോമിക്സിന്റെ അണ്ടറിൽ വരുന്നതാണ്. ആ ഗവൺമെന്റ് എന്നൊരു വാക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ എന്തോർപ്പിച്ചോ, അത് മാക്രോ എക്കണോമിക്സ് ആണ്. ബാക്കിയൊന്നും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. ഓക്കെ, സിമ്പിൾ ആണല്ലോ. യെസ്. ബി നോക്കിക്കേ. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് റെഫ്രിജറേറ്റേഴ്സ്. ഫ്രിഡ്ജുകളുടെ വില ഇലാസ്തികത. പ്രൈസ് ഇലാസ്റ്റിസിറ്റി എവിടെയാണ് നമ്മൾ പഠിച്ചത്? യെസ്, മൈക്രോ എക്കണോമിക്സിലാണ് അല്ലെ, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിലാണ് പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത് മൈക്രോ എക്കണോമിക്സിന് കീഴിൽ വരുന്നതാണ്. തേർഡ്, എ ഫാമിലീസ് ഡിസിഷൻ അബൌട്ട് ഹൗ മച്ച് ഇൻകം ടു സേവ്. സമ്പാദ്യത്തെ സംബന്ധിച്ച് ഒരു കുടുംബത്തിന്റെ തീരുമാനം. ഒരു കുടുംബം, ഒരുപാട് കുടുംബങ്ങൾ ഉണ്ട് അല്ലെ, അതിൽ ഒരു കുടുംബത്തിന്റെ സമ്പാദ്യത്തെ കുറിച്ചാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു സിംഗിൾ യൂണിറ്റ്, ഒരു ചെറിയ യൂണിറ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതുകൊണ്ട് അത് മൈക്രോ എക്കണോമിക്സിന് കീഴിൽ വരുന്നതാണ്. ക്ലിയർ ആണോ? സിമ്പിൾ ആണല്ലോ. ലോജിക്ക് മനസ്സിൽ വേണം കേട്ടോ. അവസാനത്തേത് ഡി നോക്കിക്കേ. ദ ഇമ്പാക്ട് ഓഫ് ഹയർ നാഷണൽ സേവിങ്സ് ഓൺ ഇക്കണോമിക് ഗ്രോത്ത്. ഉയർന്ന വളർച്ചാ നിരക്കിനെ ഉയർന്ന ദേശീയ സമ്പാദ്യം എങ്ങനെ ബാധിക്കുന്നു. ഇക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ചാ നിരക്കിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് എവിടെയാണ്? മാക്രോ എക്കണോമിക്സിലാണ്. അപ്പൊ ഇവിടുത്തെ കീ പോയിന്റ്, ആ കീ സെന്റൻസ് ഏതാണ്? എക്കണോമിക് ഗ്രോത്ത് ആണ്. സാമ്പത്തിക വളർച്ച അതിനെക്കുറിച്ച് പഠിക്കുന്നത് മാക്രോ എക്കണോമിക്സിലാണ്. നെക്സ്റ്റ് 2015 മാർച്ചിലെ പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 1 മാർക്കിനുള്ള ചോദ്യമാണ്. ഹു ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് മോഡേൺ മാക്രോ എക്കണോമിക്സ്. ആധുനിക സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത് ആര്? ഫാദർ ഓഫ് മോഡേൺ മാക്രോ ഇക്കണോമിക്സ്, ആധുനിക സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഒന്നും ആവശ്യം നമുക്കില്ല. സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, JM കെയ്ൻസ് ആണ്. ജോൺ മൈനാർഡ് കെയ്ൻസ് ആണ്. കാരണം അദ്ദേഹമാണ് മാക്രോ എക്കണോമിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്രേറ്റ് ഡിപ്രഷന് ശേഷം ക്ലാസിക്കൽസ് വിശ്വസിച്ചിരുന്ന എല്ലാ കോൺസെപ്റ്റുകളും അട്ടർലി ഫെയിലിയർ ആണെന്ന്,
മൊത്തത്തിൽ തെറ്റാണെന്ന് അദ്ദേഹം വാദിച്ചു, അദ്ദേഹം അത് തെളിയിച്ചു അല്ലെ. അതിനുശേഷമാണ് അദ്ദേഹം പുതിയൊരു ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, മാക്രോ എക്കണോമിക്സ്. അപ്പോൾ മോഡേൺ മാക്രോ എക്കണോമിക്സിന്റെ ഫാദർ, പിതാവായിട്ട് കണക്കാക്കുന്നത് ആരെയാണ്? JM കെയ്ൻസിനെയാണ്. സിമ്പിൾ ആണല്ലോ. നെക്സ്റ്റ് 2015 സേ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 2 മാർക്കിനുള്ള ചോദ്യമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 13, 13ാമത്തെ ചോദ്യം. ക്ലാസിഫൈ ദി ഫോളോയിങ് അണ്ടർ 2 ഹെഡ്സ് ഓഫ് മൈക്രോ ആൻഡ് മാക്രോ ഇക്കണോമിക്സ്. താഴെ കൊടുത്തിട്ടുള്ളവയെ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്നീ തലക്കെട്ടുകളിൽ വേർതിരിച്ചെഴുതുക. ഇവിടെയും മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ് എന്ന് പട്ടികപ്പെടുത്താനാണ് ചോദിച്ചിട്ടുള്ളത്. ടേബിളായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. വേരിയബിൾസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കോളൂ. യൂട്ടിലിറ്റി ഉപയുക്തത, ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം, പ്രൈസ് ഓഫ് റൈസ് അരിയുടെ വില, ടാക്സസ് നികുതികൾ, GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം, റെന്റ് റിസീവ്ഡ് ബൈ എ ഷോപ്പ് ഓണർ കടയുടെ ഉടമയ്ക്ക് ലഭിക്കുന്ന വാടക, എക്സ്റ്റൻഷൻ ഇൻ ഡിമാൻഡ് ചോദനത്തിന്റെ വികാസം, അഗ്രഗേറ്റ് ഡിമാൻഡ് മൊത്തം ചോദനം. ഓക്കെ, ആൻസർ ശ്രദ്ധിച്ചോളൂ. ഇതിൽ ഏതൊക്കെയാണ് മൈക്രോ എക്കണോമിക്സ്, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? യെസ്, ഫസ്റ്റ് വൺ യൂട്ടിലിറ്റി ഉപയുക്തത, ദെൻ പ്രൈസ് ഓഫ് റൈസ് അരിയുടെ വില, കാരണം ഒരുപാട് ക്രോപ്സ് ഉണ്ട് അല്ലെ, ഒരുപാട് വിളകളുണ്ട്, അതിൽ ഒന്നാണ് അരി, അരിയുടെ വില മാത്രമാണ് എടുക്കുന്നത്, അതുകൊണ്ട് അത് മൈക്രോ എക്കണോമിക്സിൽ കീഴിൽ വരുന്നതാണ്. ദെൻ റെന്റ് റിസീവ്ഡ് ബൈ എ ഷോപ്പ് ഓണർ ഒരു കടയുടമയ്ക്ക് ലഭിച്ച വാടക, ഒരുപാട് ഓണേഴ്സ് ഉണ്ട് അല്ലെ, ഒരുപാട് ഷോപ്പ് ഓണേഴ്സ് ഉണ്ട്, അതിൽ ഒരാൾക്ക് എ ഷോപ്പ് ഓണർ എന്നാണ് പറഞ്ഞത്, ഒരു കടയുടമയ്ക്ക് ലഭിക്കുന്ന വാടക. അത് ഏതിന്റെ അണ്ടറിലാണ് വരുന്നത്? മൈക്രോ എക്കണോമിക്സിന്റെ അണ്ടറിലാണ് വരുന്നത്. നെക്സ്റ്റ് എക്സ്റ്റൻഷൻ ഇൻ ഡിമാൻഡ് ചോദനത്തിന്റെ വികാസം, ഡിമാൻഡ് അല്ലെ, എക്സ്റ്റൻഷൻ ഇൻ ഡിമാൻഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്, ചോദനത്തിന്റെ വികാസവും ചോദനത്തിന്റെ സങ്കോചവും, ഇതെല്ലാം എവിടെയാണ് നമ്മൾ പഠിച്ചത്? മൈക്രോ എക്കണോമിക്സിലാണ് അല്ലെ. അതുകൊണ്ട് ഇത് ഏതിന്റെ അണ്ടറിൽ വരുന്നതാണ്? മൈക്രോ എക്കണോമിക്സിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് മാക്രോ എക്കണോമിക്സ് നോക്കിക്കോളൂ. ഇൻഫ്ലേഷൻ നാണയപ്പെരുപ്പം അല്ലെങ്കിൽ പണപ്പെരുപ്പം, ദെൻ ടാക്സസ് നികുതികൾ, ദെൻ GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, ദെൻ അഗ്രഗേറ്റ് ഡിമാൻഡ് മൊത്തം ചോദനം. ഇതൊന്നും ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ വേരിയബിളുകളെല്ലാം നേരത്തെ വന്ന ചോദ്യങ്ങളിൽ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട കാര്യം എന്താ? ഈ വേരിയബിൾസ് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും റീ അറേഞ്ച് ചെയ്തിട്ട് ചോദിക്കുന്നത്. ഇപ്പോൾ ഇൻഫ്ലേഷൻ, ടാക്സസ്, GDP, അഗ്രഗേറ്റ് ഡിമാൻഡ് ഇതെല്ലാം ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്നു അല്ലെ. ഒരുപാട് ക്വസ്റ്റ്യൻസിൽ ഈ വേരിയബിൾസ് റിപ്പീറ്റ് ചെയ്ത് വന്നു. അതുപോലെ യൂട്ടിലിറ്റി വന്നു. ഓക്കെ, ഇത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരികയാണ് ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് വേരിയബിൾസ് ഇങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് 2016 മാർച്ചിലെ പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. 2 മാർക്കിനുള്ള ചോദ്യമായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 14, 14ാമത്തെ ചോദ്യമാണ്. വാട്ട് വുഡ് കം ഇൻ ദി പ്ലേസ് ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക്? ചോദ്യചിഹ്നത്തിന്റെ സ്ഥാനത്ത് വരുന്നത് എന്താണ്? ഇവിടെ A, B എന്ന് പറഞ്ഞ് 2 സബ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഓക്കെ, നോക്കിക്കേ നിങ്ങൾ. A സബ് ക്വസ്റ്റ്യനിൽ നോക്കിക്കേ 2 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വെൽത്ത് ഓഫ് നേഷൻസ് ഏത് വർഷം പബ്ലിഷ് ചെയ്തത്? 1776ലാണ്, 1776ലാണ് വെൽത്ത് ഓഫ് നേഷൻ പബ്ലിഷ് ചെയ്തത് അല്ലേ. അതിൽ B നോക്കിക്കേ, ദി ജനറൽ തിയറി എന്ന് പറഞ്ഞാൽ ദി ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി, തൊഴിൽ, പലിശ, പണം എന്നിവയുടെ പൊതു സിദ്ധാന്തം എന്ന പുസ്തകം പബ്ലിഷ് ചെയ്ത വർഷം ഏതാണ്? അതാണ് ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ടൈപ്പ് ചോദ്യം എക്സാമിന് വരൂ കേട്ടോ. കാരണം ഇവിടെ വെൽത്ത് ഓഫ് നേഷൻ
പബ്ലിഷ് ചെയ്ത വർഷം 1776 ജനറൽ തിയറി ഡാഷ് ആണ് കൊടുത്തിട്ടുള്ളത്. ആ ഡാഷിൽ നിങ്ങൾ എന്താണ് ഫില്ല് ചെയ്യേണ്ടത്? ഏത് വർഷമാണ് അത് പബ്ലിഷ് ചെയ്തത്? 1936 1936 പബ്ലിഷ് ചെയ്തത്. ഇനി അതിൽ ബി നോക്കിക്കേ, സബ് ക്വസ്റ്റ്യൻ. അതിലെ ഒന്നാമത്തേത് ബ്ലാങ്ക് ആണ്, ക്വസ്റ്റ്യൻ മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. അതിന് നേരെയുള്ള കാര്യം എന്താണ്? ഇക്കണോമി ആസ് എ ഹോൾ, സമ്പദ് വ്യവസ്ഥ മുഴുവനായി അല്ലെങ്കിൽ പൊതുവായി. അതിൽ രണ്ടാമത്തേത് നോക്കിക്കേ, മൈക്രോ എക്കണോമിക്സ്, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡിവിജ്വൽ യൂണിറ്റ്സ്, വ്യക്തിഗത യൂണിറ്റുകളെ പഠിക്കുന്നതാണ് അല്ലെങ്കിൽ വ്യക്തിഗത യൂണിറ്റുകളുമായി ബന്ധപ്പെട്ടതാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. അപ്പോൾ അതിലെ ഫില്ല് ചെയ്യേണ്ട ഭാഗം എന്തായിരിക്കും? ആൻസർ എന്താണ്? മാക്രോ എക്കണോമിക്സ് അല്ലേ? എക്കണോമി ആസ് എ ഹോൾ, സമ്പദ് വ്യവസ്ഥയെ മുഴുവനായിട്ട് എടുക്കുന്നതാണ് മാക്രോ എക്കണോമിക്സ്, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. ക്ലിയർ ആണല്ലോ? അപ്പൊ നിങ്ങൾ ഈ കണക്ഷൻ ഓർത്ത് വെക്കണം. സിമ്പിൾ ചോദ്യമാണ്, 2 മാർക്ക് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ വാങ്ങാൻ പറ്റുന്ന ഒരു ചോദ്യം കൂടെയാണ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 14, 14ാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. ഡിസ്റ്റിംഗ്വിഷ് ദി ഫോളോയിങ് ഇക്കണോമിക് സിസ്റ്റംസ്: എ സെൻട്രലി പ്ലാൻഡ് ഇക്കണോമി, ബി മാർക്കറ്റ് ഇക്കണോമി. താഴെ കൊടുത്തിരിക്കുന്ന സമ്പദ് വ്യവസ്ഥകളെ വിശദീകരിക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സാമ്പത്തിക സംവിധാനങ്ങൾ 3 ഉള്ളത്. There are 3 types of economic systems: സെൻട്രലി പ്ലാൻഡ് ഇക്കണോമി ഓർ സോഷ്യലിസ്റ്റ് ഇക്കണോമി അല്ലേ? കേന്ദ്രീകൃത ആസൂത്രണ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. രണ്ടാമത്തേത് മാർക്കറ്റ് ഇക്കണോമി ഓർ ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി, കമ്പോള സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. തേർഡ് മിക്സ്ഡ് ഇക്കണോമി, മിശ്ര സമ്പദ് വ്യവസ്ഥ. അതിലെ ആദ്യത്തെ 2 ഇക്കണോമിക് സിസ്റ്റമാണ് കൊടുത്തിട്ടുള്ളത്. അത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. 2 മാർക്കിനുള്ള ചോദ്യമാണ്. എന്താണ് സെൻട്രലി പ്ലാൻഡ് ഇക്കണോമി, എന്താണ് മാർക്കറ്റ് ഇക്കണോമി എന്ന് എഴുതി വെച്ചാൽ മതി. ഓക്കെ, എന്താണ് സെൻട്രലി പ്ലാൻഡ് ഇക്കണോമി? നമുക്കറിയാം, മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആർ കംപ്ലീറ്റ്ലി ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ഗവൺമെന്റ്. ഉൽപാദന ഉപാധികളെല്ലാം ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലും അതുപോലെ നിയന്ത്രണത്തിലും ആയിരിക്കും. അതിൽ രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു? സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ ഒരു എക്കണോമി ഫേസ് ചെയ്യുന്ന ബേസിക് ഇക്കണോമിക് പ്രോബ്ലംസ് ഓർ സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലംസ്, അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ 3 പഠിച്ചിട്ടുണ്ട്. അത് സോൾവ് ചെയ്യുന്നത് ആരാണ്? സെൻട്രലി പ്ലാനിംഗ് അതോറിറ്റി ആണ്. ഒരു കേന്ദ്രീകൃത ആസൂത്രണ സമിതിയാണ് ഈ 3 സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുപിടിക്കുന്നത്. ആ 2 പോയിന്റ്സ് എഴുതി വയ്ക്കുക. 2 മാർക്കിന്റെ ചോദ്യമല്ലേ? ഇനി മാർക്കറ്റ് ഇക്കണോമി, കമ്പോള സമ്പദ് വ്യവസ്ഥ എന്താണെന്ന് പറഞ്ഞേ? ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആർ കംപ്ലീറ്റ്ലി ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ഓഫ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്. ഓക്കെ, ഒരു സ്വകാര്യ വ്യക്തിയോ ഒരു കൂട്ടം സ്വകാര്യ വ്യക്തികളുടെയോ നിയന്ത്രണത്തിലും അതുപോലെ ഉടമസ്ഥതയിലുമായിരിക്കും ഉൽപാദന ഉപാധികൾ ഉണ്ടാവുക. അതുപോലെ സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ, സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ത്രൂ പ്രൈസ് മെക്കാനിസം അല്ലേ? അതായത് വില സംവിധാനത്തിലൂടെയാണ് കേന്ദ്രീകൃത സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുപിടിക്കുന്നത്. എന്താണ് പ്രൈസ് മെക്കാനിസം എന്ന് നമുക്കറിയാം. പ്രൈസ് മെക്കാനിസം ഈസ് ദി കമ്പൈൻഡ് ആക്ഷൻസ് ഓഫ് 2 മാർക്കറ്റ് ഫോഴ്സസ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ. കമ്പോള ശക്തികളായ ചോദനവും പ്രദാനവും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നിർണ്ണയിക്കുന്നതാണ് വില സംവിധാനം, പ്രൈസ് മെക്കാനിസം. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തു. ഇത്രയാണ് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഓക്കെ, എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാവേണ്ട കാര്യം എന്താ? ഒരുപാട് പാറ്റേണിലുള്ള ചോദ്യങ്ങൾ പരിചയപ്പെട്ടു. അതിൽ തന്നെ ചില പാറ്റേണിലുള്ള ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ഒരുപാട് തവണ ആവർത്തിച്ച് വരികയും ചെയ്തു. അതുകൊണ്ട് അതിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വേണം പഠിക്കാനായിട്ട്. ക്ലിയർ ആണല്ലോ? ഒരുപാട് വേരിയബിൾസ് നിങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റി. റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യങ്ങൾ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതി വയ്ക്കാൻ മറക്കരുത്. ക്ലിയർ ആണല്ലോ? ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ
ക്ലാസ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും വളരെ രസകരമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.